ഇത് കാണുമ്പോൾ പരിപ്പ് വടയൊക്കെ പോലെ ഉണ്ടെങ്കിലും ഇത് പരിപ്പ് വടയൊന്നും അല്ല കേട്ടോ. ഇതാണ് ഫലാഫിൽ. പേരൊക്കെ കേട്ടാൽ തോന്നുന്നത് വലിയ എന്തോ സംഭവമാണെന്ന്. ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മളുടെ പരിപ്പ് വടേൻ്റെ വകയിലൊരു എളാപ്പിയോ മൂത്താപ്പിയോ ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് വെള്ളക്കടലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 5-6 മണിക്കൂർ ഇട്ടിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കാം. അത് ഒരു 5-6 മണിക്കൂർ കുതിർന്നതാണ് കേട്ടോ സംഭവം. പിന്നെ നമുക്ക് വേണ്ടതാണ് മല്ലിച്ചപ്പ്, മുളക്, ഒരു വലിയ ഉള്ളി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത്രയും നമുക്കിതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കടല നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ എല്ലാ സംഭവങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ജാറിലിട്ടിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് അരയ്ക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരഞ്ഞു പോവരുത്. കുറച്ചൊക്കെ ഒന്ന് ഒരു കുറുകുറ ആ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ, ഗരം മസാല, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഇതൊന്ന് കുറച്ചൊന്ന് കട്ടിയാവുന്നത് വരെ നമുക്ക് മൈദപ്പൊടി ചേർത്തിട്ട് കുറച്ച് ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 സ്പൂണായിരിക്കും എടുത്തിട്ടുണ്ടാവുക. കുറച്ച് വലിയ സ്പൂണാണേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഒരുമിച്ച് ഇട്ടിട്ട് കുഴക്കേണ്ട, കുറച്ച് ഇട്ടിട്ട് ഒന്ന് നമ്മൾ കുറച്ചൊന്ന് തിക്കാവുന്നത് വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം കേട്ടോ. നല്ലതുപോലെ ചൂടായതിന് ശേഷം എണ്ണ നല്ലോണം ചൂടാക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കണം, അത് സിമ്മിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഫലാഫിൽ ഉണ്ടാക്കുക. കുറച്ച് കട്ടിയിൽ ചെറിയതാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. നമ്മൾ പരിപ്പ് വടേൻ്റെ ആ ഒരു വലുപ്പത്തിലൊന്നും വേണ്ട, കുറച്ച് ചെറുതാക്കിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയിൽ ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇടുമ്പോൾ നല്ല ചൂട് വേണം എണ്ണ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കത് അങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ പേര് കേട്ടിട്ട് നെട്ടൊന്നും വേണ്ട, ഫലാഫിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ എന്ത് സിമ്പിളാല്ലേ. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് അറബികൾ ഉണ്ടാക്കുന്നതിനും കൊണ്ടായിരിക്കും ഇതിന് ഇത്രയും വലിയ പേരൊക്കെ ഇട്ടിട്ടുണ്ടാവുക. ഓരോടെ പരിപ്പോടെ എല്ലാം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഫലാഫിൽ എന്നുള്ള പേരിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. സംഭവം എന്തായാലും സിമ്പിളാണല്ലോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വടയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. നമുക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മയോണൈസ് വെച്ചിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാവേ. അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഫലാഫിൽ ഇതാ അവിടെ റെഡിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറത്ത് ഭയങ്കര ക്രിസ്പിയും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല മഴയത്തൊക്കെ നല്ല ചൂട് കട്ടൻ കാപ്പീൻ്റെ കൂടെയും ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.